രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ 2021 LDF പ്രകടന പത്രികയിലെ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ നീളുന്ന വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പറഞ്ഞത് പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയത്. വെറും വാക്കുകളല്ല, മറിച്ച് കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകാനായത് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മാനുഷിക വിജയമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പുനർഗേഹം പദ്ധതി വഴി മത്സ്യത്തൊഴിലാളികൾക്കായി 2782 വീടുകളും 738 ഫ്ളാറ്റുകളും നൽകി. പട്ടയ വിതരണത്തിലൂടെ 4.5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഭൂമിയിൽ അവകാശം നൽകി. കൂടാതെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത മാതൃകയിൽ കേരളം അതിദാരിദ്ര്യത്തെ പടിക്ക് പുറത്താക്കുകയാണ്. 64,006 കുടുംബങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു. വികസനത്തിന്റെ വൻ കുതിപ്പിനെ കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുപ്പിന്റെ 25% തുക സംസ്ഥാനം വഹിച്ചതാണ് നിർമ്മാണം വേഗത്തിലാക്കാൻ സഹായിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതും നവകേരള നിർമ്മാണത്തിന്റെ നാഴികക്കല്ലുകളാണ്. 178 വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളവ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളുടെ ക്ഷേമത്തിനായി 150 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതിനൊപ്പം അവർക്ക് പരാതികൾ അറിയിക്കാൻ പ്രത്യേക പോലീസ് സ്റ്റേഷൻ എന്ന നൂതന ആശയവും നടപ്പിലാക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്നും 2000 രൂപയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും 2026-27 ബജറ്റിൽ ഇതിനായി 14,500 കോടി വകയിരുത്തുകയും ചെയ്തു. കൂടാതെ ആശാ വർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ എന്നിവരുടെ ഓണറേറിയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ 220 ശുപാർശകൾ നടപ്പിലാക്കുകയും സർക്കാരിന്റെ നേട്ടമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. കേരളിന് അനുമതി നൽകാത്ത കേന്ദ്ര നിലപാടിനെയും ഇതിനെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. യാത്രാ വേഗത വർദ്ധിപ്പിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അതിന് തുരങ്കം വയ്ക്കുന്നത് വികസന വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളെ പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. വയനാട്ടിലെ ശ്രുതിക്ക് നൽകിയ വാഗ്ദാനം ആദ്യം പാലിക്കട്ടെ എന്നും എന്നിട്ടാവാം മറ്റു കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് വിശ്വാസ്യതയുണ്ടാകുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വികസനത്തിനൊപ്പം തന്നെ രാഷ്ട്രീയമായ കടന്നാക്രമണങ്ങൾക്കും മുഖ്യമന്ത്രി വേദിയെ ഉപയോഗിച്ചു. കേരയിൽ പദ്ധതി തടയുന്ന കേന്ദ്ര നിലപാടിനെയും പ്രതിപക്ഷത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. യാത്രാ വേഗത കുറവായത് കേരളത്തിന്റെ വികസനത്തെ ബാധിക്കുന്നു. എന്നാൽ കേരളിനെ കോൺഗ്രസും BJPയും രാഷ്ട്രീയ കണ്ണോടെയാണ് കാണുന്നത്. കേന്ദ്ര റെയിൽ മന്ത്രാലയത്തിന്റെ അനുമതി വൈകുന്നതിലും അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി. നവകേരളം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. പ്രകടന പത്രികയിലെ 97% വാഗ്ദാനങ്ങളും പൂർത്തിയാക്കിയെന്ന അവകാശവാദം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസന നേട്ടങ്ങൾ ഓരോന്നായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഭരണത്തിന്റെ ശരിയായ സ്വാദ് ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഈ കണക്കുകൾ മറുപടി നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ.